നമസ്കാരം. ഇത് ഏതാ ചാനൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇത് നമ്മളൊരു ബാക്കപ്പ് ചാനൽ എന്നുള്ള കണ്ടീഷനിൽ തുടങ്ങിയതാണ്. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോൻ്റെ ഒരു ചെറിയൊരു വിഷയം ഇതെന്താ കാര്യം എന്നുള്ളത് ഞാൻ നമ്മുടെ ഗോപ്രോ റിയാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ അവസാനം കുറച്ച് കാര്യം പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തു. അതായത് പ്രണവ് പ്രവീണിൻ്റെ വിഷയത്തിൽ ഞാൻ പ്രണവിനെയും പ്രവീണിനെയും സപ്പോർട്ട് ചെയ്തു. അതായത് ആ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വിജിലൻസോ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ എന്താണാവോ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലേഡി അവരെ വിളിച്ച് അവരുടെ വോയിസ് പുറത്താക്കിയിട്ടുള്ള ആ ലേഡീനെയും പ്ലസ് അത് കുറച്ച് റിലേറ്റഡ് ആയിട്ട് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും ഞാൻ പുറത്ത് വിട്ടിട്ടില്ല. അല്ലാത്ത കുറച്ച് വോയിസും കാര്യങ്ങളും ഞാൻ പുറത്ത് വിട്ടതിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യം കൂടി പറഞ്ഞു. ഈ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലിന് ഹാർഷായിട്ടുള്ള പറഞ്ഞു, ഈ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലിന് കുറച്ചെങ്കിലും റെസ്പോൺസിബിലിറ്റി വേണം. ഏത് ചാനലിനും വേണം. ഇവർക്കത് ലെവലേശം പഞ്ചായത്തിൽ പോലും ഇല്ല എന്നുള്ള സംഗതി മനസ്സിലായി. അപ്പോൾ ആ ഒരു സംഗതിയിൽ അവർ ഈ ഇവരുടെ വോയിസ്, അവരുടെ പ്രണവിൻ്റെയും പ്രവീണിൻ്റെയും വോയിസ് പുറത്ത് വിട്ടിട്ട് ഒരു നാറിയ കളി അവിടെ കളിച്ചു. അതിന് നമ്മളൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ ആ വീഡിയോയ്ക്ക് അവർക്ക് കോപ്പിറൈറ്റ് തരാൻ പറ്റില്ലായിരുന്നു. ആ വീഡിയോക്ക് ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഞാൻ പണ്ട് മാൽപ്പേനെ പറ്റി ഒരു വീഡിയോ ചെയ്തു. ഞാൻ ആ വീഡിയോക്ക് നല്ലത് പറഞ്ഞു. ഇത്രയും നല്ലൊരു ചാനൽ വേറെ ഉണ്ടായിരിക്കില്ല. കാരണം എത്തിക്സ് ഉള്ളൊരു ചാനലാണ്. കാരണം മാൽപ്പയുടെ വിഷയം അവിടെ സംസാരിച്ച എത്തിക്സ് ഉള്ള ഒരു ചാനലാണ് മഴവിൽ കേരളം എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞ ആ വീഡിയോക്ക് തന്നെ ഈ മക്കൾ സ്ട്രൈക്ക് തന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ മറ്റേ ചാനലിന് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചാനൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പരിപാടി നിർത്താനൊന്നും നിൽക്കുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ പല കാര്യങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ള 3ാമത്തെ 4ാമത്തെ ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സംഗതികളെ കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ സ്ട്രൈക്ക് ചെന്നിട്ട് ഒതുക്കാനുള്ള പരിപാടി നോക്കണ്ട. അത് പോയാൽ ഇത് പോയാൽ അടുത്തൊരു ചാനൽ, അത്ര മാത്രമേ ഉള്ളൂ. സോറി, ഇത് ക്യാമറ ഓഫായി പോയി. അപ്പോൾ എത്ര മാത്രമേ പറയുന്നുള്ളൂ. ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എത്ര പേര് നമ്മുടെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടെന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ ജസ്റ്റ് ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഇനി ഈ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും ഇനി സംസാരിക്കേണ്ടി വരും. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എന്താ പറയുക, ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ വിചാരിച്ച് നമ്മളെ ചാനൽ കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ തോറ്റുപോകില്ലല്ലോ. നിങ്ങൾ കൂടെ ഉള്ള സമയത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ പേടിയില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ചാനൽ കുറഞ്ഞ നേരം കൊണ്ട് ഈ 13,000 സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ കൂടുതലുള്ള ആൾക്കാർ ദയവ് ചെയ്ത് എന്നെ കണ്ടുവന്നിട്ടുള്ള നമ്മുടെ സംസാരം ഇഷ്ടപ്പെട്ട്, വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട്, പറയുന്ന കാര്യങ്ങൾ എത്ര ഉണ്ട്. ചിലപ്പോൾ അടുത്തതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയെന്ന് വരും, ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയാൻ പറ്റിയെന്ന് വരും. അപ്പോൾ തൽക്കാലം ഈ ഒരു കാര്യം മാത്രം പറയുന്നു. റിക്വസ്റ്റ് ചെയ്യുന്നു, ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.